കൗതുകകരമായൊരു കാര്യമുണ്ടല്ലേ. മിക്കപ്പോഴും നമ്മൾ തമിഴ്നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരും നിങ്ങൾ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഴയിലയിൽ ഭക്ഷണം വിളമ്പി തരുന്നത് വളരെ എന്താ പറയുക വ്യാപകമായിട്ട് കാണാം. ചില പ്രത്യേക ഏരിയകളിൽ പ്രത്യേകിച്ച് അല്ലേ. ഇപ്പം കേരളത്തിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും വാഴയിലകൾ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം. പക്ഷേ തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ അത്തരം ഒരുപാട് വാഴയിലകൾ അവൈലബിലിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ അവൈലബിൾ ആണ് സംഗതി. അപ്പോൾ അതൊരു വ്യവസായമായി തന്നെ ഈ വാഴയിലകൾക്ക് വേണ്ടി മാത്രമായി യഥാർത്ഥത്തിൽ ഇതേപോലെ തോട്ടങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൗതുകരമായൊരു കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ വാഴയിലയിൽ ഭക്ഷണം വിളമ്പി അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു കസ്റ്റം രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടോ എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മളൊരു കൗതുകത്തിൻ്റെ പേരിൽ ചെക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാഴയിലയിൽ ഭക്ഷണം വിളമ്പി അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും മടക്കി പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾ പലർക്കും അങ്ങനെ ഒരു രീതി കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്തൊക്കെ വാഴയിലേക്ക് അത് പകരുകയും പ്രത്യേകം പാക്ക് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ. ഇപ്പോൾ അങ്ങനെ നമ്മൾ വാഴയിലയിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വളരെ നല്ലതായിട്ട് തന്നെയാണ് പണ്ട് മുതലേ കരുതിപ്പോയിരുന്നത് അല്ലേ. ഇതിൽ ചൂടുള്ള ആഹാരം നമ്മൾ വിളമ്പുമ്പോൾ വാഴയിലയിലെ ന്യൂട്രിയൻറ്റുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഈ ഇലയിലെ ന്യൂട്രിയൻറ്റുകൾ ബഹിർഗമിക്കാനും, അതായത് പുറത്തോട്ട് വരാനും, അത് ആഹാരത്തോടൊപ്പം കലരാനും ഒക്കെ സഹായിക്കുന്നു. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തം ശുദ്ധിയാക്കാനും ഇത്തരത്തിലുള്ള ന്യൂട്രിയൻറ്റുകളൊക്കെ സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ കൗതുകരമായ ചില അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അറിവുകളായി മാത്രം കാണുക കേട്ടോ. അപ്പോൾ ശരീരത്തിലുള്ള ടോക്സിനുകൾ നീക്കം ചെയ്യാനും കിഡ്നി, നമ്മുടെ യൂറിനറി ബ്ലാഡർ പോലുള്ള അവയവങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഈ ഇലകളിൽ, പലതരത്തിലുള്ള ഇലകളിൽ ഭക്ഷണം കഴിക്കുന്നത് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ശരീരത്തിലെ അവയവങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വാഴയില നല്ലതാണെന്നും പറയുന്നുണ്ട്. തലമുടിക്ക് നിറം കുറവുള്ളവർ സ്ഥിരമായി വാഴയിലയിൽ ആഹാരം കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഏറ്റവും കൗതുകരമായ മറ്റൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇത് മുടിയുടെ കറുപ്പ് നിറം കൂട്ടുന്നു എന്നാണ് ഒരു എന്താ പറയുക പറയപ്പെടുന്ന ഒരു വസ്തുത. എന്തായാലും ഗ്രീൻ ടീയിൽ കാണപ്പെടുന്ന പോളിഫെനോൾസ് വാഴയിലയിൽ ഉള്ളതായിട്ടാണ് പഠനങ്ങൾ. പല സസ്യാഹാരങ്ങളിലും പോളിഫെനോൾസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളുടെ കാര്യമാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് വാഴയിലയിൽ പ്രത്യേകം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നാണ് പറയുന്നത്. ഇത് ചർമ്മത്തിനും വളരെയേറെ ഗുണപ്രദമായിട്ടാണ് പറയപ്പെടുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പൊള്ളലേറ്റാൽ ജിഞ്ചർ ഓയിൽ വാഴയിലയുടെ മുകളിലും താഴെയും തേച്ച് പൊള്ളലിന് മേലെ വെച്ചാൽ പെട്ടെന്ന് ശമനം കിട്ടുമെന്നാണ് മറ്റൊരു കണ്ടുപിടുത്തം. എന്തായാലും വാഴപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് രക്തം ശുദ്ധീകരിക്കുകയും നിശാന്തത മാറ്റുകയും ചെയ്യുന്നു. രാത്രിയിലെ അന്ധത മാറ്റുന്ന ഒരു സംഗതിയാണ് അല്ലേ. അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ വാഴപ്പഴം കഴിക്കുന്നതിലൂടെ. അപ്പോൾ വാഴയുമായി ബന്ധപ്പെട്ട് വാഴക്കൂമ്പ്, വാഴക്കുള്ളിലെ ഇണ്ണിത്തണ്ട് അല്ലെങ്കിൽ ഇണ്ണിപ്പിള്ള എന്നൊക്കെ പറയുന്ന സംഭവം കഴിക്കുന്നത് ആരോഗ്യകരമാണ്. അതേപോലെ തന്നെ വാഴയുടെ ഇലയിൽ ഭക്ഷണം കഴിക്കുന്നത് വളരെയേറെ ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ഇന്നത്തെ പുതിയ വിവരങ്ങളല്ല, പണ്ട് നമ്മുടെ കാരണവന്മാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ താരൻ, സൂര്യാഘാതം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ വാഴയില. വാഴയിലൂടെ നീര് പുരട്ടുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക്, ഇപ്പോൾ സൂര്യാഘാതമൊക്കെ ഏൽറ്റ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വാഴയില നീര് പുരട്ടിക്കഴിഞ്ഞാൽ അതിന് ശമനമുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അറിവുകളെല്ലാം കൗതുകത്തിൻ്റെ പേരിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് കൊച്ചു കൊച്ചു അറിവുകളെ, ഈ കൗതുക അറിവുകളെ കൗതുക വാർത്തകളായി മാത്രം കാണുക, മറ്റൊന്നുമില്ല. വീണ്ടും കാണാം.